ഓക്കെ, അപ്പൊ പ്രാണവായു നശിപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഇനി വെള്ളത്തിന്റെ കാര്യം ഞാൻ ഒഫീഷ്യലി പറഞ്ഞുതരാം. എന്റെ ആ പുറകിൽ കാണുന്ന ഐറ്റത്തിലാണ് നിങ്ങൾക്ക് അവിടെ വെള്ളം എത്തുന്നത്. ഓക്കെ, നമ്മൾ മഴയെല്ലാം വേണ്ട അല്ലേ, ഭൂമിയിലേക്ക് വെള്ളമില്ലാത്ത കോൺക്രീറ്റ് എല്ലാം ഇട്ട് നമ്മൾ വെള്ളം കടലിലേക്ക് ഇട്ടു, കടൽക്ഷോഭമാക്കി ഭൂമി അല്ലെ വെള്ളം ഇറക്കിയില്ല. അപ്പൊ പക്ഷെ നിങ്ങൾ കുടിക്കുന്ന വെള്ളം, ഓക്കെ ഞങ്ങൾ കുടിക്കുന്നതല്ല, ഞങ്ങൾ കുടിക്കുന്നത് റിലാക്സ് ഫോഴ്സ് കുടിക്കുന്നതും ഭൂമിയുടെ അടിയിലെ വെള്ളമാണ്, മഴയായി വരുന്ന വെള്ളം. ഓക്കെ, ആ മിനറൽ മിക്സ് ആയ വെള്ളമാണ്. പക്ഷെ നിങ്ങൾ കുടിക്കുന്നത് ആ പുറകിൽ കാണുന്ന പൈപ്പ് കണ്ടില്ലേ, ആ ഒരു ഡക്റ്റൈൽ അയൺ പൈപ്പാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പൈപ്പ് നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ സിസ്റ്റം അറിയാലോ, എപ്പി ഇൻസ്റ്റാൾ ചെയ്യുന്നോ പിന്നെ അവസാനം വരെ ജീവിതാവസാനം അല്ലെങ്കിൽ ലോക അവസാനം വരെയും മാറ്റില്ല, വൃത്തിയാക്കില്ല. അപ്പൊ ആ ഒരു പൈപ്പിലൂടെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നതും എങ്ങനെ ലാഭം കൊയ്യാം, ആ ഒരു പൈപ്പിൽ നിന്ന് എത്ര കോടികൾ കൊയ്യാം എന്നുള്ള രീതിയിൽ ഏറ്റവും ചീപ്പ് മെറ്റീരിയൽ വെച്ചായിരിക്കും ആ ഒരു പൈപ്പ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു മെറ്റീരിയലിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ക്ലോറിൻ മിക്സ് ആയ ആ ഒരു വെള്ളം അല്ലെ, ആ ഒരു വൃത്തികെട്ട ടാങ്കിൽ നിന്നുള്ള വെള്ളം അടിച്ചടിച്ചടിച്ചടിച്ച് വന്ന് നമ്മൾ കുളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതോടൊപ്പം ആ ഒരു ക്ലോറിൻ ഉണ്ട്, പിന്നെ ഒരു ചീപ്പായിട്ടുള്ള ഒരു മെറ്റീരിയൽസ് അല്ലെ, ഇതിനുള്ളിൽ പോകുമ്പോൾ കൊറേഷൻ നടക്കും. ഓക്കെ, ഈ പൈപ്പിന്റെ ഉള്ളിൽ വെള്ളം എപ്പോഴും കിടക്കുമ്പോൾ അതിലും ആ ഒരു പൈപ്പിൽ ഉണ്ടാക്കിയ ആ ഒരു മെറ്റീരിയലും അതിൽ മിക്സ് ആവുന്നുണ്ട്. അപ്പൊ ഇതെല്ലാമാണ് നിങ്ങൾ കുളിക്കുന്നത്. ഓക്കെ, അപ്പൊ വേറെ തമാശ വേറൊന്നുമല്ല. എന്നിട്ട് എപ്പോഴും ആശുപത്രിയിലെ അസുഖമാണ്, സ്കിൻ ഡിസീസാണ്, മുടി കൊഴിച്ചിലാണ്. അപ്പോൾ നമുക്ക് വേറെ കുറെ മരുന്ന് ക്രീമുകളെല്ലാം നമുക്ക് വരട്ടും. പക്ഷേ ബേസ് പ്രോബ്ലം ക്ലിയർ ചെയ്യണം. അത് തന്നെ റിലാക്സ് ഫോഴ്സിന്റെ എല്ലാവിധ ഫംഗ്ഷനിന്റെ ഏറ്റവും മൂലധനം. അതോടൊപ്പം തന്നെ യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡവും അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. എന്താണ് കാരണമാകുന്നത്, ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂല കാരണം എന്താണ്, ഏറ്റവും സോഴ്സ്? കാരണം തായ് വേരോടെ പറിച്ചാൽ മാത്രമേ അത് പിന്നെ മുളച്ചു വരായിരിക്കൂ. അതോടൊപ്പം തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഒരു പ്രപഞ്ചത്തിൽ നിന്നും ഇല്ലാതാകും. ഓക്കെ, ഒരിക്കലും നമ്മളൊരു സാധനം പൊട്ട് വന്നു അവിടെ മാത്രം പറ്റിയിട്ട് കാര്യമില്ല, എന്തുകൊണ്ട് പൊട്ടി, അത് ഇനി പൊട്ടായിരിക്കാൻ എന്ത് ചെയ്യണം? അപ്പൊ ആ ഒരു സെയിം തിയർ അനുസരിച്ചാണ്. അപ്പൊ ഞാൻ ഇത് പറയാനോ വന്നത്, ഇത് കണ്ടപ്പോ ഒന്ന് പറയുന്നേ ഉള്ളൂ. അപ്പൊ ഇത് വരുന്ന വഴിയിൽ കുറെ അഴുക്ക് വെള്ളം അങ്ങനെ ഉള്ളിൽ കയറും. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ കുളിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം ഉള്ളിൽ പോകുന്നു. ഓക്കെ, അപ്പോ നിങ്ങൾ എന്നും ഒരു മായാവ്യാധി അല്ലെങ്കിൽ ആ ഒരു അസുഖത്തിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. കാരണം അങ്ങനെ ആയാൽ മാത്രമേ ഇവിടെ എല്ലാവർക്കും നിങ്ങളുടെ ആയുസ്സും നിങ്ങളുടെ ശരീരവും എല്ലാം സ്വന്തമാക്കി അവർക്ക് കോടികൾ കൊയ്യാൻ പറ്റൂ. അതോടൊപ്പം പൊളിറ്റീഷ്യൻസിന് അതിൽ നിന്ന് കൈയിട്ട് വരാൻ പറ്റും. പക്ഷെ ഭാഗ്യത്തിന് അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് അവരും കുടിക്കുന്നത് ഇത് തന്നെയാണ്. അതാണ് വേറൊരു ഫാക്ട്. അതായത് നമ്മൾ കുഴിക്കുന്ന കുഴിയിൽ നമ്മൾ തന്നെ വീഴുന്ന അവസ്ഥ. പക്ഷെ റിലാക്സ് ഫോഴ്സിന്റെ ഒപ്പം കൂട്ടുകൂടുന്നവരെ ഒരു കുഴിയിലും വീഴ്ത്താതെ ഞങ്ങൾ സംരക്ഷിക്കുന്നതാണ്. വേറൊരു ബയോളജിക്കൽ ഫാക്ടും കൂടി പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഈ ക്യാൻസർ എന്ന് പറയുന്നത് നിസ്സാരൊരു കാര്യം. അതായത് ഈ ശരീരത്തിലെ എക്സ്റ്റേണൽ ആയിട്ട് എന്തൊരു കാര്യം വരും, ഇപ്പൊ ഒരു ആണി കുത്തി കൊള്ളുമ്പോൾ നമുക്ക് അവിടെ പഴുക്കില്ലേ, സെയിം തന്നെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലും നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ബ്ലഡിലും എല്ലാം എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, ശരീരത്തിനോട് ബന്ധമില്ലാത്ത നാച്ചുറൽ അല്ലാത്ത ഏതൊരു കെമിക്കലോ ഏതൊരു സബ്സ്റ്റൻസോ വന്നു കഴിഞ്ഞാൽ ആ ഒരു ശരീരം ചീത്തയാകും, അവിടെ നിന്ന് ചീത്തയാകും. അതാണ് ക്യാൻസർ. ഓക്കെ, അപ്പോ നമ്മുടെ ചുറ്റും കാണുന്ന ഭക്ഷണത്തിലും എല്ലാ എക്സ്റ്റേണൽ സബ്സ്റ്റൻസ് ഉണ്ട്, പോയിസൺസ് ഉണ്ട്, നമ്മുടെ വായുവിലും പോയിസൺസ് ഉണ്ട്, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും പോയിസൺ ഉണ്ട്, എക്സ്റ്റേണൽ സബ്സ്റ്റൻസ് ഉണ്ട്, അതാണ് ഈ പറയുന്ന മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്. ഓക്കെ, കാരണം ഇതെല്ലാം ഓരോ കോമ്പണൻസ് ആണ്, അതായത് കെമിക്കൽ കോമ്പണൻസ് ആണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ക്യാൻസറും വരും. ഓക്കെ, അതാണ് ഏറ്റവും ബേസിക് തിയറം. ഓക്കെ, അല്ലാതെ യാതൊന്നും അല്ല.